തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന. ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടി എന്നാണ് സൂചന. SFI നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത്. ലഹരി ഉപയോഗവും ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിനെതിരെ നേരത്തെയും പരാതികൾ വ്യാപകമായിരുന്നു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്രയധികം ലഹരിവേട്ട പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഹോസ്റ്റലിൽ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തിയിട്ടും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതുമാത്രമല്ല, ഈ ഹോസ്റ്റൽ പൂർണ്ണമായും SFI നിയന്ത്രണത്തിലുള്ളതാണ് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അല്പസമയം മുമ്പാണ് മണ്ണന്തല റേഞ്ച് എക്സൈസ് ടീമിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എക്സൈസിന്റെ പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് മെൻസ് ഹോസ്റ്റലിനുള്ളിൽ നിന്നും ലഹരി ഉൽപ്പന്നമായിട്ടുള്ള കഞ്ചാവ് പിടികൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള അളവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. 4 റേഞ്ച് ഓഫീസർമാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. ഉള്ളിൽ നിന്നും, അതായത് ഇവിടെ താമസിക്കുന്ന കുട്ടികൾ തന്നെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിവസങ്ങൾക്ക് മുന്നേ നമുക്കറിയാം, എറണാകുളം കളമശ്ശേരി ബോയ്സ് ഹോസ്റ്റലിൽ നിന്നും സമാനമായ രീതിയിൽ കഞ്ചാവ് പിടികൂടിയിരുന്നു. വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അപ്പോഴും തിരുവനന്തപുരം മെൻസ് ഹോസ്റ്റൽ, തിരുവനന്തപുരത്തെ പ്രധാന ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടക്കുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. എന്തായാലും വ്യക്തമായിട്ടുള്ള വിവരം കിട്ടിയതിന് പിന്നാലെയാണ് എക്സൈസ് ഇത്തരത്തിലുള്ള പരിശോധന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ ആരംഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, SFIയുടെ നിയന്ത്രണത്തിലുള്ള മെൻസ് ഹോസ്റ്റലാണിത്. പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളൊക്കെ ഇവിടെ ഈ മെൻസ് ഹോസ്റ്റലിന് പുറത്തെത്തിയിട്ടുണ്ട്. CPM നേതാക്കളൊക്കെ മെൻസ് ഹോസ്റ്റലിന് പുറത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കേണ്ടിയുള്ളത് എത്ര അളവ് ലഹരി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ എത്ര അളവ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ലഭിക്കേണ്ടത്. ആ വിവരം ലഭിച്ചാൽ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള അളവ് പറയാൻ സാധിക്കും. എന്തായാലും ഈ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിനുള്ളിൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ മെൻസ് ഹോസ്റ്റലിനുള്ളിൽ താമസിക്കുന്ന കുട്ടികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. പുറത്ത് എക്സൈസിന്റെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം എക്സൈസിന്റെ വാഹനം ഇവിടെ വരികയായിരുന്നു. പിന്നീട് 2 ആൺകുട്ടികൾ ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം ഈ 2 ആൺകുട്ടികൾ ഈ എക്സൈസിന് ഈ ലഹരി ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ലഹരി സൂക്ഷിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഈ ഫോട്ടോ കണ്ടതിനു ശേഷമാണ് ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിയത്. പ്രധാന ബിൽഡിങ്ങിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് സമീപത്തായിട്ട് തന്നെ മറ്റ് ചെറിയ ബിൽഡിങ്ങുകളുണ്ട്. അവിടെയും അതോടൊപ്പം തന്നെ ഇതിന് പുറകിലായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയൊക്കെ പരിശോധനകൾ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ ഈ ഒരു കെട്ടിടം കാണിക്കുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങുകയും തിരികെ അതിനുള്ളിലേക്ക് കയറുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അവർ ക്യാമറയെ നോക്കി ചില പ്രതികരണങ്ങളൊക്കെ നടത്തുന്നു നമുക്ക് കാണാം. ഒരുപക്ഷെ അത് തമാശയായിട്ടായിരിക്കാം, എന്നിരുന്നാൽ പോലും കൗതുകം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. എന്നാലും അവിടെ ഇങ്ങനെ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഒരു പരിശോധന നടക്കുകയാണെങ്കിൽ ഈ വിധമാണോ സാഹചര്യം? അങ്ങനെയല്ലല്ലോ സാധാരണ രീതിയിൽ നമ്മൾ കാണാറുള്ളത്. റെയ്ഡ് അടക്കമുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഒരു കെട്ടിടം പൂർണ്ണമായും അത് പോലീസിന്റെ ആണെങ്കിലും എക്സൈസിന്റെ ആണെങ്കിലും അവരുടെ നിയന്ത്രണത്തിലേക്ക് വരേണ്ടതല്ലേ? ഇവിടെ അത്തരമൊരു നിയന്ത്രണമോ സുരക്ഷാ ക്രമീകരണമോ ഒന്നും കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടല്ല. രോഹിണി ചോദിച്ചത് പ്രശസ്തമായൊരു ചോദ്യമാണ്. കാരണം ഇത്തരത്തിലൊരു പരിശോധന നടത്തുമ്പോൾ ഔദ്യോഗികമായിട്ട് വരികയാണെങ്കിൽ പോലും ആ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് വേണം ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിലേക്ക് വരണം. നമുക്കറിയാം, മെൻസ് ഹോസ്റ്റലിൻ്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ അക്രമാസക്തമായിട്ടുള്ള പശ്ചാത്തലം, ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് പോലും ഉള്ളിൽ കടക്കാൻ സാധിക്കാത്തൊരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് 4 ഉദ്യോഗസ്ഥർ മാത്രമാണ് വന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാർട്ടി നേതൃത്വം, CPM നേതൃത്വമൊക്കെയായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന അളവിനേക്കാൾ കുറച്ച്, അതായത് കയ്യിൽ വെക്കാവുന്ന അളവിൽ താഴെ മാത്രമേ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമേ ഉള്ള വാർത്തകൾ മാത്രമേ ഈ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു വരികയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അകത്ത് 4 എക്സൈസ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമീപത്തുള്ള ചെറിയ കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ
സമീപത്തുള്ള ഈ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ അവിടെയൊക്കെ ഉള്ള പരിശോധനകളാണ് നടത്തുന്നത്. പ്രധാനമായിട്ടും ഇവർക്ക് വ്യക്തമായിട്ടൊരു തെളിവ് ലഭിച്ചതിന് ശേഷമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കുട്ടികൾ, ആൺകുട്ടികൾ ഈ എക്സൈസ് വാഹനത്തിൽ വന്നിരിക്കുന്നു. അതിനുശേഷം വന്നിരുന്നതിന് ശേഷം ഈ രണ്ടുപേരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രണ്ടുപേരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രണ്ടുപേരെ കണ്ടെത്താനായിട്ട് അവരെ ചോദ്യം ചെയ്ത ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന നടത്താനായിട്ട് ഉള്ളിലേക്ക് പോയിട്ടില്ല. എന്തായാലും അവരുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നമായിട്ടുള്ള കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് ഒരുപക്ഷെ ഇനി പുറത്തു വരേണ്ടത്. രോഹിണി, എന്തായാലും ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചതിന് മുൻപും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ 4 എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഇനി ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഒരു വിശദീകരണമാണ് നമുക്ക് ആവശ്യമല്ലേ? എങ്കിൽ മാത്രമല്ലേ ഇത് എന്താണ് യഥാർത്ഥ വസ്തുത, എന്താണ്, എത്ര ഗ്രാമാണ് നിലവിൽ അവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഇവർ എപ്പോഴാണ് പുറത്തിറങ്ങുക, മാധ്യമങ്ങളെ കാണുക, ഇതിൻ്റെ വിശദീകരണത്തിന് ഒരു പക്ഷേ തയ്യാറാകുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ടിൻറ്റുവിന് ലഭിക്കുന്നുണ്ടോ? രോഹിണി, അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചത്. എത്ര സമയം ഈ പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. എന്തായാലും ഇതിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് കയറാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം ഒരു പ്രശ്ന മേഖലയാണ്. അപ്പോൾ എന്തായാലും പുറത്തു നിന്നുകൊണ്ടുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ട് നിൽക്കുന്നത്. അരമണിക്കൂർ മുന്നെയാണ് ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അവരെന്തായാലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. അവരിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം കിട്ടേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര അളവാണ് സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇത്ര സ്കൂളുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഹോസ്റ്റലുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ കർശനമാക്കുമെന്ന് ഈ കളമശ്ശേരിയുടെ സംഭവത്തിന് ശേഷം തന്നെ അല്ലെങ്കിൽ എറണാകുളത്തെ സംഭവത്തിന് ശേഷം തന്നെ ഇത്തരത്തിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ മാത്രം ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന കാര്യത്തിൽ ഒരു മന്ദത ഉണ്ടായിരുന്നു, ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പരിശോധന ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് 4 പേരാണുള്ളത്. ആ 4 പേരും പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ളൊരു വിവരം ലഭിക്കുകയുള്ളൂ. രോഹിണി.